ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നിർണായകമായ ഒരു വിജയമാണ് ഇന്നത്തെ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഈ 3 ഗോളുകളും പിറന്നിട്ടുള്ളത്. മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പറായ ഭാസ്കർ റോയ് ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു. അതിനുശേഷം നോവ സദോയുടെ ഒരു ഹെഡർ ഗോൾ പിറന്നു. അതിനുശേഷം കോയഫിൻ്റെ ഒരു ഗോൾ കൂടി വന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ പട്ടിക പൂർത്തിയാക്കുകയായിരുന്നു. വളരെ വിലപ്പെട്ട 3 പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് എന്നുള്ളത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അവരുടെ ഗോൾ കീപ്പറായ ഭാസ്കർ റോയ് വരുത്തിവെച്ച ആ ഒരു പിഴവ് തന്നെയാണ്. ലൂണയുടെ കോർണർ കിക്കിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പറായ ഭാസ്കർ റോയ്ക്ക് അത് അനായാസം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്നു. കാരണം അവിടെ ചാലഞ്ചുകൾ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പഞ്ച് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായി. അദ്ദേഹത്തിന്റെ പഞ്ച് നേരെ സ്വന്തം പോസ്റ്റിലേക്കാണ് പോയത്. ഒരു സില്ലി ഗോൾ, ഒരു വലിയ പിഴവാണ് അദ്ദേഹം വരുത്തി വെച്ചത്. അതിന്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹത്തിന് ഗോൾ വഴങ്ങേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു മത്സരത്തിലെ ടേണിംഗ് പോയിന്റ്. ആ ഗോൾ വന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് ലഭിച്ചു, കൂടുതൽ ഉണർന്ന് കളിച്ചു. അങ്ങനെ വീണ്ടും 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടി. മത്സരത്തിന്റെ അവസാനത്തിലേക്ക് ഒരുപാട് ആക്രമണങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സംഘടിപ്പിച്ചു. ആ ഗോൾ വഴങ്ങിയതോടു കൂടിയാണ് മുഹമ്മദൻ നസിയുടെ ആ ഒരു കോൺഫിഡൻസ് ചോർന്നു പോയത്. ഏതായാലും അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ മുഹമ്മദൻ എസ്സിയുടെ പരിശീലകനായ ആൻഡ്രെ ചെർണിഷോവ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത്തരം സീരിയസ് ആയിട്ടുള്ള മത്സരങ്ങളിൽ, വളരെ ഗൗരവമായിട്ടുള്ള മത്സരങ്ങളിൽ ഇത്തരം പിഴവുകൾ ഒരിക്കലും ഭാസ്കർ റോയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മത്സരം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഈ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അവിടെ കാരണമായിട്ടുള്ളത്. ഏതായാലും മുഹമ്മദൻ നസി വളരെ പരിതാപകരമായ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13ാം സ്ഥാനത്ത്, അതായത് ഏറ്റവും അവസാന സ്ഥാനത്താണ് അവരുള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 പോയിന്റ് മാത്രമാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.